സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഓ, അതൊരു നിമിഷ നേരത്തെ കൈപ്പഴ. നമ്മുടെ AJP എന്ന് വിളിക്കുന്ന വൈറൽ താരമായ റിവ്യൂവർ താരമായ അലിൻ ജോസ് പെരേര എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളൊക്കെ അലിനെ നേരിടുന്നുണ്ടല്ലോ, എന്താ സംഭവം ഒന്ന് വിശദീകരിക്കാവോ? ചില ആൾക്കാർ വെളിവില്ലാണ്ടും ബോധക്കേടുള്ള ആൾക്കാർ പലതും വിളിച്ചു പറയും. ഫ്ലാഷ് ബാക്ക്. പെരേര എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. പച്ചമലയിൽ പറഞ്ഞ വാണോടിക്കുക. ആണുങ്ങളാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൈവസി ആകുമ്പോ ചെയ്യും. പക്ഷെ ഇതൊരു ചെയ്യാത്ത കാര്യങ്ങൾ പോലും വെറുതെ പറയുന്നത്, റൂമിൽ മൊത്തം ആക്കി എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ പുള്ളി? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കഴമ്പില്ലെന്നാണോ പറയുന്നത്? ആറട്ടെണ്ണം പറഞ്ഞതില് പുള്ളി തെളിവെവിടെ? ഞാനേ കണ്ടു, ഞാൻ മാത്രം കണ്ടാ മതി. തെളിവ് വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാർ പലതും പറയും. എന്നെ പോലെ ഒരു ബുദ്ധിമാന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേ പറ്റൂ. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. രാത്രിയല്ലേ പുള്ളി വീഡിയോ ഇടുന്നത്, പകലെന്താ വീഡിയോ ഇടാത്തത്? അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് 5 മില്യൺ 6 മില്യൺ ആയി ഒറ്റ വീഡിയോ. മറ്റുള്ളവരെ പറ്റി പറഞ്ഞ വീഡിയോ എത്ര വീഡിയോസ് ആയി? ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ അലിൻ ജോസ് പെരേര പറയുന്ന ആറാട്ടെണ്ണം വീണ്ടും റീച്ചിന് വേണ്ടി പറയുന്നതാണ്. അതിൽ കഴമ്പില്ല. അത് വിശ്വസിക്കാനും വേണ്ടി മാത്രം മണ്ടനല്ലടാ ഞാൻ, മണ്ടനല്ല. ഞാനും നെസ്ലിൻ മാത്യു തോമസ് ഒക്കെ ഒരേ പ്രായക്കാരാ. പക്ഷെ പുള്ളിയൊക്കെ സിനിമയിൽ അഭിനയിച്ച് സൂപ്പർ സ്റ്റാറായി, നമ്മള് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇട്ട് സൂപ്പർ സ്റ്റാറായി എന്ന് പറയാം. നീ ആൾക്കാർക്ക് ജനങ്ങൾക്കിടയിലാണ് സൂപ്പർ സ്റ്റാർ പദവി ആൾക്കാർ വിളിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ സ്വയമേ എഴുതി ചേർത്തതല്ല. ജനങ്ങള് നമ്മുടെ തപ്നയിൽ ഇടുന്നതാണ്. ഇതുപോലൊരു തള്ളി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ലേ. ലോക പരാജയം. ഞാൻ പോകുന്നു. ബൈ.